രക്ഷയുടെ സന്തോഷം അനുഭവിക്കുന്ന ഓരോ വ്യക്തികൾക്കുമുള്ള ഒരു സന്ദേശം ഇത്: നമ്മിൽ മാത്രം ഒതുങ്ങി നിൽക്കരുത്. രക്ഷയുടെ ഉറവിൽ നിന്ന് കുടിച്ച ഓരോരുത്തരും രക്ഷയുടെ ഉല്ലാസത്തിന്റെ പാട്ട് പാടിക്കൊണ്ട് ലോകത്തൊക്കെയും ഈ സന്ദേശം പ്രസിദ്ധമാക്കണം. ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. പ്രൈസ് ലോർഡ്. ഗുഡ് മോർണിംഗ്. ഒരിക്കൽ കൂടെ എല്ലാവർക്കും എക്സൽ മീഡിയ ഒരുക്കുന്ന ഇന്നത്തെ ചിന്ത എന്ന ആത്മീക ശുശ്രൂഷയിലേക്ക് സ്വാഗതം. ഇന്ന് നാം ധ്യാനിക്കാൻ പോകുന്നത് യെശയ്യാവിന്റെ പുസ്തകം 12-ാമത്തെ അധ്യായമാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കുന്നു. അന്നാളിൽ നീ പറയുന്നത് എന്തെന്നാൽ, യഹോവേ, നീ എന്നോട് കോപിച്ച് നിന്റെ കോപം മാറി നീ എന്നെ ആശ്വസിപ്പിച്ചിരിക്കയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഇതാ ദൈവം എന്റെ രക്ഷ, യഹോവയായ യാഹന്റെ ബലവും എന്റെ ഗീതവും ആയിരിക്കൊണ്ടും അവൻ എന്റെ രക്ഷയായി തീർന്നിരിക്കൊണ്ടും ഞാൻ ഭയപ്പെടാതെ ആശ്രയിക്കും. അതുകൊണ്ട് നിങ്ങൾ സന്തോഷത്തോടെ രക്ഷയുടെ ഉറവുകളിൽ നിന്ന് വെള്ളം കോരും. 66 പുസ്തകങ്ങളുള്ള യെശയ്യാവിന്റെ പുസ്തകത്തിലെ ഏറ്റവും ചെറിയ അധ്യായങ്ങളിൽ ഒന്നാണ് 12-ാമത്തെ അധ്യായം. അധ്യായം ചെറുതാണെങ്കിലും സന്ദേശം വളരെ വലുതാണ്. അത് ദൈവത്തിന്റെ പ്രവൃത്തികളുടെ ഒരു സവിശേഷതയാണ്. ചെറുതിലുള്ള വലിയ ദൈവപ്രവൃത്തി. വലിയ ചെങ്കടൽ വറ്റിപ്പോകാൻ ദൈവം ഉപയോഗിച്ചത് ഒരു ചെറിയ വടിയാണ് എന്നുള്ളത് നിങ്ങൾക്കറിയാമല്ലോ. മല പോലെയുള്ള വലിയ പ്രതിസന്ധികളെ മാറ്റാൻ ക്രിസ്തു പറഞ്ഞത് ചെറിയൊരു കടുകുമണിയോളമുള്ള വിശ്വാസമാണ്. അപ്പോൾ ഈ 12-ാം അധ്യായം വലിയ സന്ദേശങ്ങളുടെ ഒരധ്യായമാണ്. എന്താണ് ഈ സന്ദേശത്തിന്റെ പ്രധാനപ്പെട്ട വസ്തുത? നമുക്കറിയാം, യെശയ്യാവിന്റെ പുസ്തകം 1 മുതലുള്ള അധ്യായങ്ങൾ വായിക്കുമ്പോൾ ദൈവത്തിന്റെ ജനമായ യഹൂദയുടെ പാപത്തിന്റെ വലിപ്പമാണ് പ്രസ്താവിക്കുന്നത്. ദൈവത്തിൽ നിന്ന് അകന്നുപോയ കാള തന്റെ ഉടയവനെയും കഴുത തന്റെ യജമാനെയും അറിഞ്ഞിട്ടും, പുൽത്തൊട്ടിയെ അറിഞ്ഞിട്ടും എന്റെ ജനം എന്നെ അറിയുന്നില്ല എന്നുള്ള ദൈവത്തിന്റെ ഹൃദയഭേദകമായ വാക്കുകൾ. ആ യഹൂദയ്ക്ക് വരാൻ പോകുന്ന പാപത്തിന്റെ ശിക്ഷാ നടപടിയാണ് അധ്യായങ്ങളിൽ ഓരോന്നും നമ്മൾ വായിക്കുന്നത്. എന്നാൽ 8 മുതലുള്ള അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ മനം തിരിഞ്ഞ് മടങ്ങി വരുന്ന മനുഷ്യന് ദൈവം കൊടുക്കുന്ന രക്ഷയുടെ മാർഗം, രക്ഷയുടെ സന്ദേശം. 11-ാം അധ്യായത്തിൽ ദാവീദിന്റെ പുത്രനായി ഇശായിയുടെ മുളയിൽ നിന്ന് പൊട്ടിപ്പുറപ്പെടുന്ന ഒരു ശാഖ, അതെ, ലോകരക്ഷകനായ ക്രിസ്തുവിന്റെ വരവ്. 12-ാം അധ്യായം നമ്മൾ ഇന്ന് ധ്യാനിക്കുമ്പോൾ ഇതിലെ പ്രധാനപ്പെട്ട സന്ദേശം വ്യക്തമാക്കുന്നു. ലോകത്തിലുള്ള സർവജനത്തിനും ഉണ്ടാകാനുള്ള ഒരു മഹാസന്തോഷം, അത് രക്ഷയുടെ ഉറവുകളിൽ നിന്നുള്ള ജീവന്റെ ജലം, അഥവാ മനുഷ്യന്റെ രക്ഷയുടെ മാർഗം. എന്നെ ഇന്ന് രാവിലെ കേൾക്കുന്ന സുഹൃത്തുക്കളെ, പാപം മനുഷ്യനെ ദൈവത്തിൽ നിന്നകറ്റി സാർവത്രികമായ മരണത്തിന് വിധേയമാക്കുമ്പോൾ ഇതാ ദൈവം എനിക്കും നിങ്ങൾക്കും ഒരു സന്ദേശം നൽകുന്നു. രക്ഷയുടെ ജീവന്റെ ജലമെന്ന അനുഗ്രഹീത സന്ദേശം. ഒരു മനുഷ്യൻ രക്ഷയുടെ ഉറവിൽ നിന്നും കുടിക്കുമ്പോൾ പാപം മുഖാന്തരം മരണത്തിൽ ആണ്ടുപോയ മനുഷ്യന് ഒരു നവജീവൻ ഉണ്ടാവുകയാണ്, ഒരു നവോന്മേഷം ഉണ്ടാകുകയാണ്. അതെ, രക്ഷയുടെ ഉറവിൽ നിന്നൊരുവൻ പാനം ചെയ്യുമ്പോൾ അവനിൽ നിത്യജീവനും നിത്യ സന്തോഷവും നിത്യ സമാധാനവും ഉണ്ടാകുന്നു.
അങ്ങനെ സമാധാനം ഉണ്ടാകുന്നവർ എന്താണ് ചെയ്യുന്നത്? 5-ാമത്തെ വാക്യം മുതൽ പറയുന്നു, യഹോവയ്ക്ക് കീർത്തനം ചെയ്യുവീൻ, അവൻ ശ്രേഷ്ഠമായത് ചെയ്തിരിക്കുന്നു, ഇത് ഭൂമിയിൽ എല്ലായിടവും പ്രസിദ്ധമാകട്ടെ. രക്ഷയുടെ സന്തോഷം അനുഭവിക്കുന്ന ഓരോ വ്യക്തികൾക്കുമുള്ള ഒരു സന്ദേശം ഇത്: നമ്മിൽ മാത്രം ഒതുങ്ങി നിൽക്കരുത്. രക്ഷയുടെ ഉറവിൽ നിന്ന് കുടിച്ച ഓരോരുത്തരും രക്ഷയുടെ ഉല്ലാസത്തിന്റെ പാട്ട് പാടിക്കൊണ്ട് ലോകത്തൊക്കെയും ഈ സന്ദേശം പ്രസിദ്ധമാക്കണം. സത്യത്തിൽ അതിന്റെ വെളിച്ചത്തിലാണ് എക്സൽ മീഡിയ എല്ലാ ദിവസവും നിങ്ങളുടെ അടുക്കലേക്ക് ഈ രക്ഷയുടെ സന്ദേശം എത്തിക്കുന്നത്. ഇത് ലോകമെമ്പാടും എത്തിക്കണമെന്നുള്ളത് ലോകൈക രക്ഷകനായ ക്രിസ്തുവിന്റെ മഹാനിയോഗമാണ്. ഈ പ്രഭാതത്തിൽ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന മാന്യ ശ്രോതാക്കളോട് സ്നേഹത്തോടെ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, ഇത് രക്ഷയുടെ ദിവസമാണ്. നിങ്ങൾക്ക് ഈ രക്ഷയുടെ ഉറവിൽ നിന്ന് പാനം ചെയ്യുവാൻ ദൈവം നൽകി തന്നിരിക്കുന്ന അവസരമാണ്. ഹൃദയം തൊട്ട് പ്രാർത്ഥിക്കൂ, കർത്താവേ, പാപപങ്കിലമായ എന്റെ ജീവിതത്തിൽ നിന്ന് രക്ഷയുടെ ഉല്ലാസത്തിലേക്ക് എന്നെ നടത്തണമേ. ഇതാകട്ടെ നമ്മുടെ പ്രാർത്ഥന. എന്റെ വാക്കുകളെ ഞാൻ ചുരുക്കുന്നു. കർത്താവ് നമ്മെ എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.